അങ്ങനെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത തോർ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തോർ ഏൻഷ്യന്റ് റൂയിൻസും പിന്നെ അതിന്റെ മാജിക്കിനെയും അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്റെ അച്ഛനായ ഓഡിൻ പറഞ്ഞ വഴികളിലൂടെ പോവാൻ തീരുമാനിക്കുകയാണ്. ഈ ഒരു യാത്ര തോറിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. തോറിന് ഈ ഒരു പവേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്റെ അച്ഛന്റെ പോലെ ഒരു കണ്ണും മിർമിർ വരലിൻ്റെ അകത്ത് സാക്രിഫൈസ് ചെയ്യാനായിരുന്നു. അതുമാത്രമല്ല തോറിന് ട്രീ ഓഫ് ലൈഫിൽ തന്റെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്തിട്ട് താൻ മരിക്കണ വരെ ആ ഒരു ട്രീയിൽ തൂങ്ങി നിൽക്കണമായിരുന്നു. ഇതൊക്കെ ചെയ്താൽ മാത്രമേ തോറിന് ആ ഒരു പവേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. തോർ തൻ്റെ ഒരു കണ്ണ് എടുത്തിട്ട് മിമിറിൻ്റെ അകത്ത് സാക്രിഫൈസ് ചെയ്യാണ്. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. കാരണം തൻ്റെ അച്ഛനായ ഓഡിൻ ഓൾറെഡി ഈ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോറിന് തൻ്റെ അച്ഛനേക്കാളും വലിയൊരു സാക്രിഫൈസ് ഇവിടെ ചെയ്യണമായിരുന്നു. അപ്പം മാത്രമേ തോറിന് ഈ ഒരു നോളേജും പവറും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തോർ മൊത്തത്തിൽ നിന്ന് വിറച്ച് നിൽക്കായിരുന്നു. കാരണം തോറിന് എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഓഡിൻ ഫോഴ്സ് എപ്പിയർ ആവുന്നത്. ആൻഡ് ആ ഒരു ഓഡിൻ ഫോഴ്സ് തോറിനോട് പറയാണ്, നിൻ്റെ 2 കണ്ണും നിനക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു പവേഴ്സൊക്കെ അച്ചീവ് ചെയ്യാൻ. അതുമാത്രമല്ല നീ മരിക്കണ വരെ നീ ആ ട്രീ ഓഫ് ലൈഫിൽ തൂങ്ങി നിൽക്കണം. അപ്പം തന്നെ തോർ തൻ്റെ 2ാമത്തെ കണ്ണും എടുത്ത് ആ ഒരു മിമിർ വെല്ലിൻ്റെ അകത്തേക്ക് ഇടാണ്. തോർ തൻ്റെ 2 കണ്ണും സാക്രിഫൈസ് ചെയ്തപ്പോൾ തന്നെ മിമിറിൻ്റെ വെല്ലിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഒരു മാജിക്കൽ വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കായിരുന്നു. അപ്പോൾ ഓഡിൻ ഫോഴ്സ് തോറിനോട് പറയാണ്, ഈ ഒരു മാജിക്കൽ വാട്ടർ നീ കുടിക്കണം. അതുമാത്രമല്ല കുറച്ച് നിൻ്റെ കണ്ണുകളിലേക്കും ഈ ഒരു മാജിക്കൽ വാട്ടർ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണം. തോർ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ തോറിന് ആസ്ഗാർഡിൻ്റെ പാസ്റ്റ് മൊത്തം തോർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു തൻ്റെ ബ്രെയിനിൻ്റെ അകത്ത്. പിന്നെ തോറിന് ഇതുവരെ ഉണ്ടായ മൊത്തം റാഗ്നറോക്കിൻ്റെ ഒരു വിഷ്വൽ തോറിന് മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കായിരുന്നു. തോറിന് ഇവിടെ ഒരു കാര്യം മനസ്സിലാവാണ്, അതായത് ഈ ഒരു റാഗ്നറോക്ക് ഒരു സൈക്കിളാണ്. സമയം വരുമ്പോൾ ഇതെന്തായാലും റിപ്പീറ്റ് ആവും. അങ്ങനെ തോറിൻ്റെ ആൾക്കാർ ഓരോന്നോരോന്നായി മരിക്കും. ഇവിടെ തോറിനൊരു കാര്യം മനസ്സിലാണ്, ഈ ഒരു എൻലെസ് സൈക്കിളിനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് തോറിൻ്റെ ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും, ഇതിനൊരു അന്ത്യമില്ല എന്ന് തോറിന് മനസ്സിലാവാണ്. അങ്ങനെ തോർ അവിടെ കരയാണ്. പക്ഷേ പെട്ടെന്ന് ആ ഒരു ഓഡിൻ ഫോഴ്സ് തോറിനോട് പറയാണ്, ഈ ഒരു റാഗ്നറോക്ക് സൈക്കിളിനെ നിനക്ക് എന്തായാലും നിർത്താൻ പറ്റും.